ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ കാണാം. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ഗിംഗലിൽ കനത്ത ഷെല്ലാക്രമണമാണ് ഇന്നലെ ഉണ്ടായത്. ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടിന് മുന്നിൽ നിന്ന് ആദിൽ പാലോട് അല്പസമയം മുമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രേക്ഷകർക്ക് കാണാം. ഫാസ്റ്റ് ഓൺ റിപ്പോർട്ട്. ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും പകർത്തിയ ദൃശ്യങ്ങളൊന്ന് കാണൂ. ഇന്നു രാവിലെ ആദിൽ പാലോട് ആ വീട്ടിലെത്തുന്ന സമയത്ത് കണ്ട കാഴ്ചകളാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. കാണാം. ജമ്മു കശ്മീരിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്താണ് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ പിൻവശത്ത് കാണുന്ന ഈ ഉറിക്കും ബാരാമുള്ളയ്ക്കും സമീപം അതിൻ്റെ മധ്യഭാഗത്തായുള്ള ഗിംഗൽ എന്ന ഗ്രാമത്തിലെ ഒരു വീടിൻ്റെ കാഴ്ചയാണ്. മഹ്മൂദ് അലി എന്നയാളുടെ വീടാണത്. സാധാരണ കൂലിവേല ചെയ്ത് ജീവിക്കുന്നയാളാണ് മഹ്മൂദ് അലി എന്നതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണൻ ഈ ദൃശ്യങ്ങൾ കാണിച്ചു തരും. നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി നോക്കിയാൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ചെയ്തി ഇതെങ്ങനെയാണ് സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത് എന്നതിൻ്റെ നേർചിത്രമാണ് ഈ ദൃശ്യങ്ങൾ. മനു ബാലകൃഷ്ണൻ ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ നമുക്കത് മനസ്സിലാകും. ചെറിയ കുഞ്ഞുങ്ങളുള്ള വീടായിരുന്നു. ഇതാണ് പാകിസ്ഥാൻ ഒറ്റ രാത്രിയിൽ അടിച്ച് തകർത്തത് എന്ന് പറയുമ്പോൾ എത്ര ഭീകരതയാണ് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ളത്. പാകിസ്ഥാനിലെ ഭീകരല്ല, പാകിസ്ഥാൻ ആർമി തന്നെ ഷെല്ലുകൾ തൊടുത്തുവിട്ടതാണ്. ചെറിയ കളിപ്പാട്ടങ്ങൾ, കളർപേനകൾ, ഈ വിധത്തിൽ ഒരു ബെഡ് ഇവിടെ ഉണ്ട്. ഒരു കട്ടിലും ബെഡും തലയിണയൊക്കെ കാണാം. പക്ഷേ അതിന് ഉപയോഗിക്കാമെന്ന് മാത്രമല്ല, ഷെല്ല് വന്ന് വീണ് പൂർണ്ണമായും തകർന്നു. ഇഷ്ടിക കഷ്ണങ്ങളാണ് ആ ബെഡിന് മുകളിൽ കിടക്കുന്നത് എന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ചെറിയ കോപ്പകൾ, ചെറിയ കപ്പുകൾ, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മളിവിടെ കാണുമ്പോൾ വലിയ സങ്കടം കൂടി തോന്നുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ ഒരു ചെറിയ പെർഫ്യൂമിൻ്റെ ഒരു കുപ്പി, അതിപ്പോഴും കാലിയായിട്ടില്ല, നിറഞ്ഞിരിക്കുന്ന ഒരു കുപ്പി. ഈ വിധത്തിൽ ഇവരുടെ ജീവിതമാണ് കശ്മീരിലെ സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അത് എങ്ങനെയാണ് പാകിസ്ഥാൻ സാധാരണക്കാരെ ദ്രോഹിക്കുന്നത്, ഇന്ത്യയിലെ സാധാരണക്കാരെ ദ്രോഹിക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ തത്സമയം ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനു ബാലകൃഷ്ണൻ ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ വന്നാൽ വളരെ സുന്ദരമായി മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഈ നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് താഴെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. ആ രൂപത്തിൽ ഒരു ഷോക്കേസാണ് അവർ സാധനങ്ങളൊക്കെ വെച്ചിരുന്ന ഒരു സ്ഥലം. അതൊക്കെ മുഴുവനായി തകർന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സമീപത്തെയും ദൃശ്യങ്ങൾ മറ്റൊന്നല്ല. ഈ ഭാഗത്തേക്ക് ഒന്ന് കാണിച്ചാൽ എത്ര ആഘാതത്തിലാണ് പാകിസ്ഥാൻ്റെ ഷെല്ലുകൾ ഇന്ത്യയുടെ മണ്ണിലേക്ക് ഗ്രാമവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലേക്ക് വരുന്നത് എന്നറിയാൻ മറ്റൊരു ദൃശ്യം വേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. പരിസരത്തെ വലതുവശത്തേക്ക് നീങ്ങിയാൽ വലതുവശത്തെ കാഴ്ചകളും മറ്റൊന്നല്ല. അതും എങ്ങനെ ഇതിൻ്റെ ആഘാതം ആളുകളെ ബാധിക്കുന്നു. സാധാരണ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അത് പാകിസ്ഥാൻ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ നേർചിത്രമാണ്. ഇതിൻ്റെ പ്രധാന ഒരു ഭാഗം മനു ബാലകൃഷ്ണനാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നമുക്ക് കാണാനാകും ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. കുറച്ച് മുന്നിലേക്ക് വരാം മനു. ഇവിടെ ഇവരുടെ ഭിത്തി തന്നെ തകരുന്ന രൂപത്തിലേക്ക്, അതിന് ഒരു വിണ്ട് കീറുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇവിടെ കിടന്ന ഇവരുടെ ജനലുകൾ, ഗ്ലാസുകൾ, വാതിലുകൾ മുഴുവൻ തകർന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. പാവങ്ങളുടെ ജീവിതം പാകിസ്ഥാൻ കുട്ടിച്ചോറാക്കുന്നു എന്നതല്ലാതെ ഇതിനെ മറ്റെന്താണ് പറയാൻ. ये किसका घर है? महमूद अली के घर है. क्या हालत है इसका? तो हाल तो बुरा हो गया. आप देख सकते हैं कि यहाँ क्या हो सकता है. अब आदमी जिंदा रहने के लिए तो इतना कुछ करता है, जब यह नहीं रहा तो आदमी जाएगा कहाँ. अब इसके लिए हम सब गवर्नमेंट को इतला हाँ, हम इसमें तो 1-1 रुपया करके तो इसको हम घर बनाते हैं, तो लास्ट में हमारा ये हाल होता है हमारे घरों का. तो हम गवर्नमेंट से यही इल्तिजा करते हैं कि कम से कम हाँ, ये पाकिस्तान की तरफ से है. हमें चारों तरफ ये अच्छा कहाँ है. हम लोग तो अपने मजदूरी करने के लिए यहाँ दिन अपना टाइम पास करने के लिए यहाँ बैठे हैं, तो जिंदा रहने के लिए. तो अब जिंदा नहीं रहा आदमी तो फिर क्या करेगा. അവരുടെ ചോദ്യം കൃത്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. എങ്ങനെ ജീവിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവർ ചോദിക്കുന്നത്.
നമുക്ക് ദൃശ്യങ്ങൾ, മനു ബാലകൃഷ്ണൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും കൃത്യമാണ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നുന്ന കാര്യമാണ്. കശ്മീരിലെ ജനതയെ പാകിസ്ഥാൻ ദ്രോഹിക്കുന്നു. ഇവർക്കാവശ്യമായി ഇവരെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് സൈന്യം മാറ്റിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ പോസ്റ്റുകളിൽ നിന്നാണ്, ആർമി പോസ്റ്റുകളിൽ നിന്നാണ് ഷെല്ലുകളും വെടിയുണ്ടകളും ഇന്ത്യയിലേക്ക് വരുന്നത്. അതിന് തക്കതായ മറുപടി സൈന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊപ്പം പറയേണ്ട കാര്യം, ഇവർക്കൊക്കെ നീതി ലഭ്യമാക്കാനുള്ള ശ്രമം സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഗിംഗൽ എന്ന കശ്മീരി ഗ്രാമത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ കശ്മീർ.